ഒരാളിവിടെ അട്ടഹസിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ഓക്കെ ചാർജർ Hi friends, it's me Makk Freestyle. Welcome to my channel. അപ്പം നമ്മൾ പാസിങ്ങിനുള്ള പരിപാടിക്ക് കിടക്കുവാണ്. ഇത് ഒരുപാട് ക്യൂ ഉണ്ട് സ്റ്റേഡിയത്തിൻ്റെ അതിലിങ്ങനെ കറങ്ങി. ഇപ്പം നമ്മൾ മുറൂറിൻ്റെ അകത്തെത്തി. മുറൂറിൻ്റെ അകത്തുള്ള ക്യൂ ആണ് നേരത്തെ കാണിച്ചത്. അപ്പം ഇനിയിപ്പം നേരെ മുറൂറിൽ ഈ ക്യൂ മൊത്തം കയറി അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇൻസ്പെക്ഷനാണ്. അവിടെ നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക്, സസ്പെൻഷൻ, എൻജിൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെക്ക് ചെയ്തിട്ടാണ് പാസ്സാക്കുന്നത്. ഇത് പാസ്സാകുമോ എന്നുള്ള കണ്ടറിയണം. അവർ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയി ഫെയിലായിരുന്നു. അപ്പോൾ അലൈൻമെൻറ്റിൻ്റെ പ്രശ്നം പറഞ്ഞു. അപ്പോൾ ആ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും അവരുടെ മൂഡ് പോലെ ഇരിക്കും പാസ്സാക്കി തരുന്നത്. അല്ല അച്ഛേ, രണ്ടല്ല കേട്ടോ, മൂന്നാമത്തെ. 2 പ്രാവശ്യം അവള് പോയായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം ഞാനായിട്ട് പോയി, രണ്ടാമതൊന്ന് തനിയെ പോയി, ഇപ്പൊ 3ാമത്തെ പ്രാവശ്യമാണ്. 2, 3, 4 പ്രാവശ്യം. സോറി, മിക്കവാറും ഇവിടെ തന്നെ നാണം കെടുത്തു. 1, 2, 3, 4 പ്രാവശ്യം വന്ന് പാസ്സായില്ല. അപ്പോൾ ആലോചിച്ചാൽ മതി. എന്തായാലും ഈ പ്രാവശ്യം പാസ്സാവില്ല നടന്നില്ല. 2 കഴിവ്. കാര്യം ഇതിൻ്റെ അത് ഇനി ചെയ്യാനൊന്നുമില്ല. അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും അവർ ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് പറയുന്നത്. അവർ അലൈൻമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ അലൈൻമെൻറ്റൊക്കെ ചെയ്ത് പേപ്പറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം പേപ്പറായിട്ടാണ് വന്നത്, പക്ഷേ പാസ്സാക്കിയില്ല. അപ്പം അതേ കണ്ടീഷനിൽ തന്നെയാണ് വീണ്ടും വരുന്നത്. പാസ്സാകില്ലെന്ന് നോക്കാം. അപ്പം എന്തായാലും ഞാൻ ചിലപ്പോൾ കയറും, ചിലപ്പം ഞാൻ കയറത്തില്ല. അവളെ ഒറ്റയ്ക്ക് വിടും. അപ്പം നോക്കാം പാസ്സായി വരുമോ. കരഞ്ഞ് കാല് പിടിച്ചിട്ടാണെങ്കിലും പാസ്സാക്കാൻ പറ്റുമോ നോക്കണം. അപ്പം രാവിലത്തെ ചായയും ബിസ്ക്കറ്റും. എന്തായാലും നമ്മൾ ഏതാണ്ട് അവിടെയാണ് ഇൻസ്പെക്ഷൻ നടക്കുന്ന സ്ഥലം. ആ 1, 2, 3 എന്നൊക്കെ. അപ്പം ഞാൻ എന്തായാലും ഇവിടെ ഇറങ്ങും. തച്ചുനെ വിടും. അതുകൊണ്ട് അകത്തെ ഷോട്ടൊക്കെ കിട്ടുമോയെന്ന് അറിയത്തില്ല. പാസ്സാകുമോയെന്ന് എന്തായാലും നോക്കാം. പാസ്സാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഫ്രണ്ട്സ്, മാമൻ പോയിട്ട് വരാം. മാമൻ ഇരുന്നാൽ ചിലപ്പോൾ പാസ്സാവത്തില്ല. അപ്പോൾ ഓക്കെ. ചാർജർ നമ്മുടെ വണ്ടി കയറാൻ വേണ്ടി കിടപ്പുണ്ട്. തച്ചുകുട്ടിയോടെ കിടപ്പുണ്ട്. അടുത്ത വണ്ടി നമ്മുടെയാണ് കയറുന്നത്. ഇൻസ്പെക്ഷൻ്റെ ബിൽഡിങ്ങാണ് ഇതിൻ്റെ അകത്തോട്ട്. അതിനുശേഷം കറങ്ങിയത് അതിലിറങ്ങി വരും. നമുക്ക് അപ്പോഴേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും പാസ്സാകില്ല എന്നുള്ളതൊക്കെ കയറി ഇറങ്ങി വരുമ്പോൾ അറിയാം. അകത്ത് പരിപാടികൾ കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എല്ലാം കൂടെ നടക്കാത്തതുകൊണ്ടാണ്. ആ കിടക്കുന്ന വണ്ടി ഒന്നും ട്രാഫിക് ബ്ലോക്ക് അല്ല കേട്ടോ. എല്ലാ ഇൻസ്പെക്ഷനും ഒരാളല്ല. ഭയങ്കര ടൈമാണ്. നമ്മൾ രാവിലെ വെളുപ്പിന് വന്നാലേ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. ആ കിടക്കുന്നതാണ് നമ്മുടെ വണ്ടി. അവിടെ താഴത്തുനിന്നും മേളിൽ നിന്നൊക്കെ ആയിട്ട് ഫുള്ള് ചെക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പം ഒരു വണ്ടി ഫുള്ള് നോക്കുന്നുണ്ട്. ചിലപ്പോൾ പാസ്സാക്കി വിടും. അറിയില്ല, അവർ വീല ബാക്കിയെല്ലാം കിട്ടി. ബോഡി എന്ത് ചെയ്യും തച്ചുവേ? നമ്മളിനി എന്ത് ചെയ്യും മല്ലയ്യ? ഒരാളിവിടെ അട്ടഹസിച്ചിരിക്കുന്നുണ്ട്. വി ആർ പാസ്. ഞാൻ കണ്ടു. അത് തിരിച്ച ഇപ്പൊ തന്നെ പേപ്പർ വലിച്ചു. ഐ നോ. അവള് പറഞ്ഞു യു ഹാവ് ടു പെയിന്റ് യുവർ ബോഡി. ബമ്പർ പോയിരിക്കും. അതെ റെക്കോർഡിംഗ് വഴി ഇങ്ങനെ പോകുമ്പോ അറിയാം വഴിയാണ്. ഇതിലെ സീരിയസ്ലി നമ്മളിപ്പോ എവിടെ എത്തി? ഈ ദേശത്തെ വഴി നമുക്ക് അറിഞ്ഞൂടാ.
ഇതേതാ സ്ഥലം? പേപ്പർ ഒക്കെ എടുത്ത് എനിക്ക് മനസ്സിലായി, മറ്റേ സൈഡ്. ഓ ഓക്കെ ഓക്കെ, ഇത് നമ്മുടെ ആലിയിലോട്ട് വന്നിറങ്ങുന്നത്. സർ ഐ നോ യു ബോട്ട് ഇറ്റ് 2 times എന്നാണ് പറയാ. അല്ല ഇങ്ങോട്ട് എങ്ങോട്ട് പോവാ? ഇതിലേ ഇറങ്ങാനല്ലേ? ഓക്കെ. നമ്മുടെ ഇസ്ലാമാബാദിലെ എനിവേ പാസ്സായി അല്ലേ? അൽഹംദുലില്ലാ. അപ്പം നമ്മൾ പാസ്സായിരിക്കുന്നു ഗൈസ്. ഇന്നത്തെ വീഡിയോ നമ്മുടെ വണ്ടി ജസ്റ്റ് പാസ്സാക്കുന്നൊരു വീഡിയോ ആയിരുന്നു. കാര്യം 4 തവണയോളം കൊണ്ട് കാണിച്ചിട്ട് പാസ്സാവാനൊരു വണ്ടിയാണ്. ലാസ്റ്റ് ഞാൻ കൊണ്ടുപോകുമ്പോഴും സെയിം കണ്ടീഷൻ, ഇപ്പോൾ ഉള്ള കണ്ടീഷൻ എങ്ങനെയാണ് അങ്ങനെ തന്നെ കൊണ്ടുപോയ വണ്ടിയാണ്. പക്ഷേ ഈ പ്രാവശ്യം കൊണ്ടുപോയപ്പോൾ പാസ്സായി. അപ്പോൾ ചില സമയങ്ങളിൽ ഈ പറഞ്ഞ പോലെ അവരുടെ ആ സമയത്തെ ഒരു മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും പാസ്സായി കിട്ടുന്നത്. പാസിങ്ങിൻ്റെ അകത്തേക്ക് കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് വേറെ എവിടെ നിന്നും ക്ലിപ്പ് കിട്ടുവാണെങ്കിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷേ അപ്പം ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും പാസിങ്ങിൻ്റെ അകത്തെ സംഭവങ്ങളൊന്നും ഞാനില്ലാഞ്ഞതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും ഇടുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.